അപ്പോഴേ നമ്മൾ ഇതേപോലെ കിച്ചണിലൊക്കെ നമ്മൾ നിൽക്കുമ്പോഴത്തേന് അല്ലെങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേന് ഫോൺ വയ്ക്കുന്നതിന് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ, സ്റ്റാൻഡൊന്നും ഇല്ലാതെ. അപ്പോൾ അത് ഇതേപോലെ നമുക്ക് 2 റബ്ബർ ബാൻഡ് ഉണ്ടെങ്കിൽ 2 റബ്ബർ ബാൻഡ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് കുത്തി വയ്ക്കാവുന്നതാണ് കേട്ടോ. ഒട്ടും തന്നെ തെന്നിപ്പോവുകയൊന്നും ചെയ്യില്ല. അപ്പം നമ്മൾ മൊബൈൽ നോക്കിക്കൊണ്ട് തന്നെ പാചകം ചെയ്യണമെങ്കിലോ അതല്ല എങ്കിൽ എന്തെങ്കിലുമൊക്കെ പാചകം നോക്കി നമുക്ക് കിച്ചൺ ജോലി ചെയ്യണമെങ്കിലൊക്കെ നമുക്ക് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി, ഒട്ടും തെന്നി പോകത്തില്ല. അപ്പോൾ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് വേണേൽ ചാരി വെച്ചിട്ട് കുട്ടികളെ പഠിപ്പിക്കാവുന്നതാണ് കേട്ടോ. അടുത്തതായിട്ട് നമ്മളിതേപോലെ കുട്ടികളുടെ ബാഗാണേലും അതേപോലെ വലിയവരുടെ ബാഗാണേലും സിബിന് എപ്പോഴും കംപ്ലൈൻറ്റ് വരാറുണ്ട്. പ്രത്യേകിച്ച് കുട്ടികൾ സ്കൂളിൽ കൊണ്ടുപോകുമ്പോഴത്തേന് സിബ് പെട്ടെന്ന് സ്റ്റക്കായി പോകാറുണ്ട്. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ മെഴുകുതിരി ഉണ്ടല്ലോ, അത് ഇതേപോലെ ഒന്ന് ആ സിബിനകത്തൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ നമുക്ക് സിബിടാനും ഊരാനും ഒക്കെ പറ്റും. പ്രത്യേകിച്ച് എണ്ണയൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണയൊക്കെ തേച്ച് കൊടുക്കുമ്പോഴത്തേന് ബാഗെല്ലാം ഉറുമ്പരിക്കും കേട്ടോ. അപ്പോൾ ബാഗെല്ലാം നശിപ്പിക്കും, ഉറുമ്പരിച്ചിട്ട് അതൊക്കെ ചീത്തയായി പോകും ബാഗൊക്കെ. അപ്പോൾ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കുകയൊക്കെ ചെയ്യാം. അടുത്തതായിട്ടേ നമ്മൾ കുക്കറിൻ്റെ അടപ്പുണ്ടല്ലോ, അപ്പോൾ അതിൽ വിസിൽ വന്നില്ല എങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മളതിൽ ഐസ് ക്യൂബ്, ഐസ് കഷ്ണമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ. ആ വാഷർ ഊരിയിട്ട് ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ കുക്കറിൽ വേവിക്കുകയാണെങ്കിൽ വിസിൽ വരും കേട്ടോ. അപ്പം അതല്ല എങ്കിൽ നമുക്ക് ഈ വാഷർ കുറച്ച് നേരം ഫ്രീസറിനകത്തിട്ട് വെച്ചിട്ട് എടുത്താലും മതി, ഒരു അരമണിക്കൂറോളെങ്കിലും എടുത്ത് വെക്കുക. അതിന് ശേഷം നമ്മൾ കുക്കറിൽ എന്തെങ്കിലുമൊക്കെ വേവിക്കുകയാണെങ്കിൽ വിസിലിനൊന്നും ഒരു ബുദ്ധിമുട്ടും കാണത്തില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെയ്ത് നോക്കുക. വളരെ നിസ്സാരമായ ടിപ്പുകളാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ചാനലിലുണ്ട്, ആവശ്യമുള്ളവരെ കാണുക കേട്ടോ.